പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവത്തിൽ ഇന്ത്യൻ ടെന്നീസിലെ റാണി സാനിയ മിർസ മുഖ്യാതിഥിയായി എത്തുമെന്ന് ജില്ലാ കളക്ടർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നാളത്തെ ദിവസത്തെ ഒരു വർണ്ണശബളമായ ജലഘോഷയാത്ര തലേ ദിവസങ്ങൾ നടത്തുന്നുണ്ട്. വോട്ടർ റേസിനോടനുബന്ധിച്ചൊരു ജലഘോഷയാത്രയുണ്ട്. അത് കൂടാതെ തലേ ദിവസം ഒരു ജലഘോഷയാത്ര കൂടിയുണ്ട്. സൈറ്റിൽ വെച്ച് നമ്മുടെ ജലമേള നടക്കുന്ന ട്രാക്കിൽ വെച്ച് തന്നെ. ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്ന പ്രതിഭാ ദേവി സിംഗ് പാട്ടീൽ 2011 ആഗസ്റ്റ് 30 ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേരിലുള്ളതാണ് പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവം. ജലോത്സവത്തിന്റെ പ്രൗഢി ഒട്ടും ചോരാതെ ഈ വർഷവും നടത്താനുള്ള കഠിന ശ്രമത്തിലാണ് സംഘാടക സമിതി. കൊല്ലം പട്ടണത്തെ ലോക ടൂറിസം ഭൂപടത്തിൽ എത്തിക്കുന്നതിന് പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവം ഉപകരിക്കുമെന്നാണ് പ്രതീക്ഷ. ജലോത്സവത്തോടനുബന്ധിച്ച് ട്രാക്കിന്റെ ആഴം കൂട്ടുന്ന ഡ്രഡ്ജിംഗ് പൂർത്തിയായിട്ടുണ്ട്. മത്സരവള്ളങ്ങളുടെ സ്റ്റാർട്ടിംഗ് സുഗമമാക്കുന്നതിന് പുതിയ സ്റ്റാർട്ടിംഗ് ഡിവൈസ് ഡിസൈനും ചെയ്തിട്ടുണ്ട്. 18 ചുണ്ടൻ വള്ളങ്ങളടക്കം വിവിധ ഇനങ്ങളിലായി 54 മത്സരങ്ങൾ നടക്കും. കൂടാതെ 4 അലങ്കാര വള്ളങ്ങളുടെ പ്രദർശന മത്സരവും ഉണ്ടാകും. ജലോത്സവത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന സ്മരണിക പൊന്നോടം 2012 വള്ളംകളിയുടെ ഉദ്ഘാടന ചടങ്ങിൽ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല പ്രകാശനം ചെയ്യും. ഡോക്ടർ സൂര്യനാട് രാജശേഖരൻ ചെയർമാനും RDO വി ജയപ്രകാശ് കൺവീനറുമായ സ്മരണിക കമ്മിറ്റിയാണ് പൊന്നോടത്തിന്റെ അണിയറയിൽ പ്രവർത്തിച്ചത്. കൊല്ലത്തിന്റെ മഹാമേളയായി മാറുകയാണ് ജലോത്സവം. ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നഗരവും ആഘോഷത്തെ വരവേൽക്കാനുള്ള തിരക്കിലാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.